അസ്സലാമലൈക്കും. അള്ളാഹുവിനെ പറ്റിയിട്ട് വ്യക്തമായി പറയുന്ന ഒരു അധ്യായമാണ് സൂറത്ത് തഹാബുൻ. അപ്പം അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സൂക്തം പറയുന്നത്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവെ പ്രകീർത്തിക്കുന്നു. അവനാണ് ആധിപത്യം, അവനാണ് സ്തുതി, അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകും. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ സത്യനിഷേധിയുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസിയുമുണ്ട്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാണ്. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ആകാശഭൂമിയിലുള്ള നിയന്ത്രണം സൃഷ്ടാവിന്റെ കൈകളിലാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സൃഷ്ടാവ് നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിൽ ആരാ നല്ലവന്, നമ്മളിൽ ആരാ ചീത്തവന് എന്നുള്ളത് കണ്ടറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി അതിൽ 3 പറയുന്നത്, ആകാശങ്ങളും ഭൂമിയും അവൻ മുറപ്രകാരം സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അവൻ രൂപം നൽകുകയും നിങ്ങളുടെ രൂപം അവൻ നന്നാക്കുകയും ചെയ്തിരിക്കും. അവങ്കിലേക്കാകുന്നു തിരിച്ചുപോക്ക്. അപ്പൊ നമുക്ക് രൂപം നൽകിയിട്ടുണ്ട്, ആ രൂപം അവൻ നന്നാക്കിയിട്ടുണ്ട്. നമ്മളെ രൂപം സൃഷ്ടാവിനോട് ഒരു ബന്ധമുണ്ട്. അവങ്കിലേക്കാവുന്നു തിരിച്ചുപോക്ക്. സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവങ്കിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ജനനവും മരണവും എല്ലാം സൃഷ്ടാവിന്റെ ആ കൈകൾ എന്നൊരു അംശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ അറിയുന്നു. നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു. അള്ളാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകും. ആകാശഭൂമിയിലുള്ള എല്ലാത്തിന്റെയും അറിവ് അവന്റെ കയ്യിലുണ്ട്. കാരണം അവൻ എല്ലാത്തിനെയും വലയം ചെയ്യുന്നുണ്ട്. നമ്മൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതൊക്കെ സൃഷ്ടാവ് അറിയുന്നുണ്ട്. നമ്മൾ ഹൃദയത്തിലുള്ളതും അവൻ അറിയുന്നുണ്ട്. ഇനി അതിൽ 5 പറയുന്നത്, മുമ്പ് അവിശ്വസിച്ചവരുടെ വൃത്താന്തം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ? അങ്ങനെ അവരുടെ നിലപാടിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിച്ചു. അവർക്ക് പരലോകത്ത് വേദനയേറിയ ശിക്ഷയുമുണ്ട്. മുന്നേ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് അവരതിനെ നിഷേധിച്ചിട്ടുണ്ട്, അവർക്ക് ശിക്ഷ വന്നെത്തിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് പരലോകത്തും വേദനയേറിയ ശിക്ഷ ഉണ്ട് എന്നാ പറയുന്നത്. 2 ലോകം അവർക്ക് ശിക്ഷയാണ്. കാരണം യഥാർത്ഥ സത്യങ്ങൾ നിഷേധിച്ച കാരണത്താൽ. അതെന്തുകൊണ്ടെന്നാൽ അവരിലേക്കുള്ള ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുക്കൽ ചെല്ലാറുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു മനുഷ്യൻ നമുക്ക് മാർഗദർശനം നൽകുകയോ? അങ്ങനെ അവർ അവിശ്വസിക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു. അള്ളാഹു സ്വയം പര്യാപ്തനായിരിക്കുന്നു. അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാകും. അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, ഒരു മനുഷ്യനല്ലേ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കണോന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അള്ളാഹു കൂടെ പറയുന്നത് എന്താ? അള്ളാഹു സ്വയം പര്യാപ്തനാണ്, അള്ളാഹു പരാശ്രയം മുക്തനുമാണെന്ന്. കാരണം എത്ര നിഷേധിച്ചു കഴിഞ്ഞാലും സൃഷ്ടാവിനെ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ആശ്രയിക്കുന്നില്ല. ലോകത്തിലെ എല്ലാ ജന്തു ജീവജാലങ്ങളും സൃഷ്ടാവിനെയാണ് ആശ്രയിക്കുന്നത്. അതാണ് ഇവിടെ അള്ളാഹു പറയുന്നത്.